മഹാഭാരത കഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് കാടാമ്പുഴ അമ്മയുടെ ഐതിഹ്യം. നമുക്കറിയാം, അർജുനൻ പാശുപതാസ്ത്രത്തിന് വേണ്ടിയിട്ട് ഘോര തപസ്സിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കാലങ്ങളോളം പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മഹാദേവന് ഒരു കുലുക്കമില്ല. അപ്പോൾ ജഗന്മാതാവായ പാർവതി ദേവിക്ക് ഇത് കണ്ടപ്പോൾ ഒരു സങ്കടം. ഇതെന്താണ് ഭഗവാൻ? അർജുൻ എത്രയോ നാളായി തപസ് ചെയ്യുന്നു, ഭഗവാൻ എന്താണ് ഒന്നും പ്രതികരിക്കാതിരിക്കുന്നതെന്ന്. നമ്മുടെ വീടുകളിലുമൊക്കെ അങ്ങനെയാണല്ലോ. കുഞ്ഞുങ്ങളുടെ പെട്ടെന്നുണ്ടാവുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ മാനസിക പ്രയാസങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന അമ്മമാരാണ്. 100% ഞാൻ പറയുന്നില്ല, സമൂഹത്തിൽ എപ്പോഴും അങ്ങനെയാണ്. 90% നമുക്ക് പറയാൻ പറ്റും, ബാക്കി 10% ഡിഫറെൻ്റ് ആയിട്ടുള്ള 90% വീടുകളിലും അങ്ങനെ അമ്മമാർ പെട്ടെന്ന് കണ്ടുപിടിക്കും. എന്നിട്ടോ കാര്യം തിരക്കിയിട്ട് പതുക്കെ റെക്കമെൻഡേഷനുമായിട്ട് പോകും അച്ഛൻ്റെ അടുത്തേക്ക്. എന്നിട്ട് കാര്യം അവതരിപ്പിക്കും, ഇങ്ങനെയൊക്കെയാണ്, അതങ്ങ് ചെയ്ത് കൊടുക്ക് എന്ന് പറയും. അങ്ങനെയൊക്കെയാണ്. അതുപോലെ നമ്മുടെ പാർവതി ദേവിക്ക് ഇത് കണ്ട് വിഷമമായി. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, എന്താണ് അവിടെ നിന്ന് ഇങ്ങനെ? അർജുൻ എത്രയോ നാളായി തപസ് ചെയ്യുന്നു പാവം ചോദിക്കുക. അപ്പോൾ മഹാദേവൻ പറയും, അത് വേറെ ഒന്നും കൊണ്ടല്ല, അവന് അഹങ്കാരമുണ്ട്. ധനുർവിദ്യയിൽ അഗ്രഗണ്യൻ ഞാനാണ്, എനിക്കപ്പുറം ആരുമില്ല എന്നൊക്കെ ഉള്ള തോന്നൽ അവന്. അതും കൂടി മാറ്റിയാൽ മാത്രമേ അവന് നമുക്ക് അനുഗ്രഹിച്ച് അവന് വേണ്ടുന്ന വരം കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയാം. എന്തായാലും ദേവി പറഞ്ഞതല്ലേ, അതാ ഞാൻ പറഞ്ഞത്, എല്ലാ വീട്ടിലെയും പോലെ തന്നെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കും. അപ്പോൾ പറഞ്ഞു, എന്തായാലും വന്നതല്ലേ, ശരി നമുക്ക് പോയി കളയാം. അപ്പോൾ വെറുതെ അല്ല പോകുന്നത്, നമ്മൾ വേഷപ്രച്ഛന്നരായിട്ടാണ് പോകുന്നത്. ഏത് വേഷത്തിലാ? നമുക്ക് കാട്ടാളൻ്റെയും കാട്ടാളത്തിൻ്റെയും വേഷം എടുക്കാം. 2 ആളും മാത്രമല്ല കേട്ടോ, ഹോൾ ഫാമിലി വിത്ത് ഓൾ ഭൂതഗണങ്ങൾ. നന്ദി, ഭൃങ്കി മുതലായ ഭൂതഗണങ്ങളൊക്കെ കാട്ടാളന്മാരുടെ വേഷത്തിലായി. ആകെ നമ്മുടെ ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ ഭഗവാനും ഒക്കെ കാട്ടാള വേഷത്തിൽ, ഭഗവാനും ഭഗവതിയും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ ഗ്രൂപ്പായിട്ട് ചെല്ലുന്നു. അപ്പോൾ ചെന്ന് എത്തിയ സമയത്ത്, അർജുനൻ തപസ് ചെയ്യുന്ന എത്തിയ സമയത്ത് ദേവിക്ക് ഭയങ്കര ദാഹം തോന്നി. അപ്പോൾ ഭഗവാൻ ഭൂമിയിലേക്ക് അമ്പ ചെയ്ത് ഗംഗാജലത്തെ മുകളിലേക്ക് കൊണ്ടുവന്ന് ദേവിയുടെ ദാഹം അകറ്റി. ഈ സ്ഥലത്താണ് ഭഗവാൻ കാടൻ അമ്പ ചെയ്ത സ്ഥലത്താണ് കാടാമ്പുഴ. കാടൻ അമ്പ ചെയ്ത സ്ഥലം കാടാമ്പുഴ. അതാണ് ഇന്ന് നാം കാണുന്ന കാടാമ്പുഴ ദേവീക്ഷേത്രം. അവിടെ പ്രധാനമായിട്ടും 2 വഴിപാടുകളാണ്. ഒന്ന് പൂമൂടൽ, 2 മുട്ടറക്കൽ. ഈ പൂമൂടൽ ഈ കഥയുമായിട്ടൊരു ബന്ധമുണ്ട്. അതായത് അർജുനും ഭഗവാനും തമ്മിൽ ഘോര യുദ്ധം തന്നെയാണല്ലോ പിന്നീട് അങ്ങോട്ട് നടന്നത്. അപ്പോൾ അർജുനൻ ശരം കൊണ്ട് ഒരു മഴ തന്നെയാണ് പെയ്യിപ്പിച്ചത്. പക്ഷെ അതെല്ലാം ഭഗവാന്റെ ദേഹത്ത് പുഷ്പവൃഷ്ടിയായിട്ടാണ് മാറിയത്. അപ്പോൾ അതിനെ അനുസ്മരിപ്പിക്കും വിധമാണ് പൂമൂടൽ എന്ന വഴിപാട്. പിന്നെ വരുന്നത് മുട്ടറക്കലാണ്. മുട്ടറക്കൽ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതാവും. തേങ്ങ ഉടയ്ക്കുന്നത് തന്നെയാണ് നമ്മുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട്, പ്രതിസന്ധികൾ മറികടക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മുട്ടറക്കൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നട തുറന്നിരിക്കുന്ന സമയത്താണ് ദേവിയുടെ മുൻപിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ പൂമൂടലൊക്കെ കഴിഞ്ഞ് ദേവി ഇങ്ങനെ ഇരിക്കുകയാണ്, സുന്ദരിയായിട്ട് നമ്മളെ നോക്കി പാൽപുഞ്ചിരി പൊഴിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയമാകുന്ന നാളികേരം അങ്ങോട്ട് എടുത്ത് ദേവിയുടെ മുന്നിൽ മുട്ടറുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, എനിക്ക് മോക്ഷപദം അരുളണേ.